നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഘോഷയാത്രയും പൊതുസമ്മേളനങ്ങളും നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു ഗുരുദേവ ജയന്തി. കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിന്റെ വിവിധ ഉത്തരവുകളും വകുപ്പുതല തീരുമാനങ്ങളും ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതായി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും MM മണി MLAയ്ക്കും മാപ്പ് നൽകാനാവില്ലെന്നും ജോയി വെട്ടിക്കുഴി. തന്നെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ പീരുമേട് MLA വാഴൂർ സോമന് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് MP. സംഭവം തികച്ചും രാഷ്ട്രീയ പ്രേരിതം. അനാവശ്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കി സ്വയം ചെറുതാകുന്ന സമീപനമാണ് MLA സ്വീകരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ്. ഉപ്പുതറ സൂര്യകാന്തി കവലയിലെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. നാട്ടുകാരുടെ ആരോപണം കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ആവശ്യമായ ഉറപ്പോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്ന്. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയിൽ മഹാഘോഷയാത്രയോടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം നടന്നു. തിരുജയന്തി സമ്മേളനം SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുതോവാള, പുളിയന്മല, കട്ടപ്പന നോർത്ത്, വെള്ളയാംകുടി, കട്ടപ്പന ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗുരുദേവ ജയന്തി ദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. ഘോഷയാത്ര ഈ രാജ്യവേദിയിലൂടെ കടന്നു വരികയാണ്. ഘോഷയാത്രയുടെ ചേരുവാൻ മുഴുവൻ ശ്രീനാരായണ. തിരുജയന്തി സമ്മേളനം SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനാണ് ഇത്തവണ SNDP യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ്, ഏത് ആരാധന നടത്തുന്നവരാണ് എന്ന് പോലും അറിയാതെ കൂട്ടത്തോടെ അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയപ്പോൾ അവിടെ എത്തിച്ചേർന്ന ഇസ്ലാം മത വിശ്വാസികളും ഇസ്ലാം മത പുരോഹിതനും, ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ പുരോഹിതനും, ഹൈന്ദവ വിശ്വാസികളും ഹൈന്ദവ പുരോഹിതന്മാരും ഒരുമിച്ച് ചേർന്ന് സർവമത പ്രാർത്ഥന നടത്തിയാണ് ആ ചടങ്ങ് നടപ്പാക്കിയത്. നമ്മൾ മാധ്യമത്തിൽ കണ്ടു. ഗുരുവിൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മരണമുണ്ടാകുമ്പോഴും ദുരന്തമുണ്ടാകുമ്പോഴും മാത്രമായിരിക്കരുത് ആ സർവമത പ്രാർത്ഥനയും ആ സർവമത സന്ദേശവും. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്കൊരു കഷ്ടത വരുന്നതിന് മുമ്പും എല്ലായ്പ്പോഴും ഈ സമൂഹത്തിൽ വിശ്വാസം ഏതുമാകട്ടെ, പക്ഷേ എല്ലാവരെയും ഒരേ മനസ്സോടെ ഒരേ കണ്ണുകൊണ്ട് എൻ്റെ സഹോദരൻ എന്ന തിരിച്ചറിവോടുകൂടി കാണണമെന്ന വലിയ സന്ദേശം നൽകിയ ആ ഗുരുപ്രഭാവൻ്റെ ഈശ്വരാവതാരത്തിൻ്റെ ഈ ജന്മദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ഗുരുദേവ ജയന്തി ദിന ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സഹായനിധി വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ശാഖകളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച വയനാടിനായുള്ള സഹായനിധിയും ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. കുഞ്ഞൻ സ്മാരക സ്കോളർഷിപ്പ് വിതരണം K ശശിധരൻ നിർവഹിച്ചു. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷനായിരുന്നു. ഷാജി പുള്ളോലിൽ, PK ജോഷി, K ശശിധരൻ, PK രാജൻ, സന്തോഷ് ചാളനാട്ട്, സന്തോഷ് കുമാർ പാതയിൽ, CK വത്സ, ബിനു പാറയിൽ, MR ജയൻ, മനോജ് പതാലിൽ, പ്രവീൺ വട്ടമല തുടങ്ങിയവർ സംസാരിച്ചു. ചതയ ദിനാഘോഷത്തോടനുബന്ധിച്ച് SNDP യോഗം അയ്യപ്പൻകോവിൽ ആലടി ശാഖയുടെ നേതൃത്വത്തിൽ ചതയ ദിന ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു. ശാഖായോഗം വൈസ് പ്രസിഡന്റ് CG ബിജു ചെമ്പൻകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാട്ടുകെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തോണിത്തടി ക്ഷേത്രത്തിലേക്കാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. ഘോഷയാത്ര ക്ഷേത്ര അങ്കണത്തിലെത്തിയ ശേഷം നടന്ന സമ്മേളനം ശാഖായോഗം വൈസ് പ്രസിഡന്റ് CG ബിജു ചെമ്പൻകുളം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പരിപാടിയിൽ വയോജന ധനസഹായ വിതരണവും സ്കോളർഷിപ്പ് വിതരണവും അഡ്വക്കേറ്റ് ജിനീഷ് K ചെമ്പൻകുളവും PK രാമചന്ദ്രനും ചേർന്ന് നിർവഹിച്ചു. ചതയത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗുരുദേവ കൃതികളുടെ പാരായണവും അന്നദാനവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് അനീഷ് ബാബു, ശാഖായോഗം സെക്രട്ടറി VB വിനോദ്, മറ്റ് ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിന്റെ വിവിധ ഉത്തരവുകളും വകുപ്പുതല തീരുമാനങ്ങളും ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതായി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി.
ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും എം മണി MLAയ്ക്കും മാപ്പ് നൽകാനാവില്ലെന്നും ജോയി വെട്ടിക്കുഴി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എം മണി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് 2019 കെട്ടിട നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വഞ്ചിച്ചത്. സ്വന്തം നിയോജക മണ്ഡലത്തിലെ മതികെട്ടാൻ ചോലയുടെ ബഫർ സോൺ 1 കിലോമീറ്റർ ആക്കുന്നതിനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ഒപ്പിട്ട മന്ത്രിക്ക് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും എം മണി MLAയ്ക്കും മാപ്പ് നൽകാനാവില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകളിൽ 964 പട്ടയമനുസരിച്ച് ഈ പട്ടയഭൂമിയിൽ കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇടുക്കി ജില്ലയിൽ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പ്രദേശത്തെ ജനതയോടുള്ള ഒരു വലിയ വഞ്ചനയാണ്. അന്ന് ശ്രീ എം മണി മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിസഭയിൽ ഇരിക്കുന്നയാളാണ്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളോട് ഈ വിവേചനം പാടില്ല എന്ന് പറയുവാനായിട്ട് അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ഇടുക്കി ജില്ലക്കാരുടെ കൂട്ടത്തിൽ നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് മതികെട്ടാൻ ചോലയുടെ ബഫർ സോൺ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ എന്നുള്ള നിലയിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന എം മണിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയുമോ? എല്ലാ സംസ്ഥാനങ്ങളിലും വന്യജീവി സങ്കേതങ്ങളിലോട് അടുത്തുള്ള ബഫർ സോണുകൾ സീറോ ബഫർ സോൺ എന്നുള്ള നിലയിൽ തീരുമാനമെടുത്തപ്പോൾ കേരളത്തിൽ മാത്രമാണ് 1 കിലോമീറ്റർ എന്നുള്ള നിലയിൽ തീരുമാനമെടുത്ത് ഉടുമ്പൻചോലയിലെ രാജകുമാരി ടൗൺ വരെ വരുന്ന പ്രദേശങ്ങൾ ബഫർ സോണിൽ വരികയാണ്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിയിലും ഒപ്പിട്ട് കൊടുത്തത് മന്ത്രിയായിരുന്ന ശ്രീ എം മണിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവുണ്ടായപ്പോൾ ചിന്നക്കനാലിൽ വലിയ സമരങ്ങൾ നടന്നപ്പോൾ സമരപന്തലിൽ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ആ ഉത്തരവ് മരച്ചാണോ ഇരിക്കുന്നത്, പ്രാബല്യത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കണം. കഴിഞ്ഞ നിയമസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ വനമന്ത്രി പറഞ്ഞത് ഈ ഉത്തരവുകളെല്ലാം പ്രാബല്യത്തിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉത്തരവൊക്കെ അദ്ദേഹം കൂടി പിന്തുണ നൽകുന്ന ഒരു ഗവൺമെൻറ്റല്ലേ ഇറക്കുന്നത്. അത് മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആളുകളെ കളിപ്പിക്കുന്നത് ശരിയാണ്. സ്വന്തം വില്ലേജായ കുഞ്ചിത്തണ്ണി വില്ലേജിൽ റവന്യൂ ഭൂമി വനഭൂമിയാക്കിയതിനെ ചെറുക്കാൻ പോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ എം മണി. ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമമനുസരിച്ച് കെട്ടിട നിർമ്മാണം തടഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ജനങ്ങൾ താമസിക്കുന്ന പട്ടയമില്ലാത്ത സ്ഥലങ്ങളിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രവേശനം നിരോധിച്ചുകൊണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നു. വന്യമൃഗ ആക്രമണം തടയുന്നതിന് ചെറുവിരൽ പോലും അനക്കാത്ത, ജീവൻ നഷ്ടപ്പെടുന്നവരുടെ ആശ്രിതർക്ക് കൃത്യമായി നഷ്ടപരിഹാരം പോലും നൽകാൻ കഴിയാത്ത സർക്കാരിന്റെ ഭാഗമായ എം മണി സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ അന്തസ്സത്ത മനസ്സിലാകുന്നില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടി വാരിയിട്ട് തടിയൂരാനുള്ള LDF നേതാക്കളുടെ ശ്രമം അവസാനിപ്പിച്ച ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ LDFന്റെ ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തന്നെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ പീരുമേട് MLA വാഴൂർ സോമന് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് MP. സംഭവം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ താൻ പീരുമേട് നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടെന്നത് അദ്ദേഹമല്ല തീരുമാനിക്കുന്നത്, ജനങ്ങളാണ്. അനാവശ്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കി സ്വയം ചെറുതാകുന്ന സമീപനമാണ് MLA സ്വീകരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് MP ഉപ്പുതറയിൽ പറഞ്ഞു. വികസന കാര്യത്തിന്റെ ചർച്ചയാണെങ്കിൽ MP എന്നുള്ള നിലയിൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ മുൻകൈ എടുത്തിട്ടുണ്ട്. ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിരവധിയായ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ MP ഫണ്ടിൻ്റെ നിർവഹണം അത് ഏറ്റവും ജനകീയമായി ലഭ്യമായ തുക പൂർണ്ണമായി ആനുപാതികമായി എല്ലാ പഞ്ചായത്തുകൾക്കും കൃത്യമായി വിഭജിച്ച് വകയിരുത്തിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആക്ഷേപത്തിന് പ്രസക്തി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതായ ഈ ആലടി പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചതായ വീഴ്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്. 2018 പ്രളയത്തിന് ശേഷം ആ നടപ്പാലം തകർന്നു പോയപ്പോൾ അത് പുനരുദ്ധരിക്കുമെന്നും അത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് 10 കോടി രൂപയോളം വകയിരുത്തിയിട്ടുണ്ടെന്നും ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ഒക്കെ പറഞ്ഞത് ഇടതുപക്ഷ നേതൃത്വവും സ്ഥല MLA ഉൾപ്പെടെയുള്ള ആളുകളാണ്. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഉപ്പുതറ നിവാസികളായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുചങ്ങാടത്തിലാണ് ആളുകൾ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നത്. മഴക്കാലമാകുമ്പോൾ വെള്ളം കൂടുമ്പോൾ
നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. അത് പരിഹരിച്ചു കൊടുക്കാൻ സർക്കാരിനാണ് ബാധ്യത. ആ ബാധ്യതയിൽ നിന്നും അവർ പുറകോട്ട് പോയെടുത്താണ് ജനങ്ങളുടെ ആവശ്യം അവിടെ പാലം നിർമ്മിക്കണമെന്നുള്ളതാണ്. എം.പി. ഫണ്ടിൻ്റെ നിർവഹണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ എനിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും അത്രയും വലിയതായ ഒരു പാലം നിർമ്മിക്കാൻ ഭാരിച്ച ഒരു തുക നമുക്ക് കണ്ടെത്തേണ്ടി. അതിന് സർക്കാരിനോട് തന്നെ സഹായം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവനായ പിന്തുണയും നൽകാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറയിൽ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. 40 ലക്ഷത്തോളം പേരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനും മുൻ MP-യുമായ PC തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. വിഷയത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകൾ കാണിക്കുന്ന അലംഭാവം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഡാമിന്റെ കാര്യത്തിൽ പുതുക്കി പണിയണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു നടപടിയും ഇല്ലാതിരുന്നപ്പോൾ പാർലമെന്റിൽ ഇത് പല പ്രാവശ്യം ഞാൻ അവതരിപ്പിച്ചു. കാര്യമായ നടപടി ഉണ്ടായില്ല എന്ന് വന്നപ്പോൾ ഞാൻ പ്രധാനമന്ത്രിക്കും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസ് ആയി ബന്ധപ്പെട്ട ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിമാരെ പോയി കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. കേരളത്തിലെ മന്ത്രിമാരെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു. തന്നെയല്ല കേരളത്തിലെ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ മാത്രമല്ല മറ്റ് ചിലരെയും പോയി കണ്ട് ഈ കാര്യം പറഞ്ഞു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഒരിക്കലും വരില്ല. കാരണം മറ്റൊന്നുമില്ല, സത്യം ഏതാണെന്ന് തോന്നിയാലും എന്തെല്ലാം നല്ലതാണ് എന്ന് മനസ്സിലായാലും ഒരു പരിധി കൂടുതൽ അവർ പോകില്ല. കാരണം അവരൊരു തീരുമാനമെടുക്കുമ്പോൾ അത് തമ്മിൽ സമാധാനപരമായി ആ പ്രശ്നം തീർക്കുന്ന രീതിയിലാവുകയോ അല്ലെങ്കിൽ മറിച്ചൊരു ഡാം പണിതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്യാനായിട്ട് അവർ കൂടി സമ്മതിച്ചാൽ അവർക്ക് പേടിയാണ് അടുത്ത പ്രാവശ്യം അവർക്ക് ജയിക്കാൻ പറ്റുമോ എന്ന്. അതാണല്ലോ രാഷ്ട്രീയത്തിൻ്റെ ഒരു വശം. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് തോമസ് പെരുമന, സാബു വേങ്ങവേലി, ആന്റണി ആലഞ്ചേരി, നോബിൾ ജോസഫ്, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം അട്ടിമറിക്കുന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ആദിവാസി ദളിത് സംഘടനകൾ ബുധനാഴ്ച സംസ്ഥാനത്ത് ഹർത്താൽ നടത്തും. ചന്ദ്രശേഖർ ആസാദ് നേതൃത്വം നൽകുന്ന ഭീം ആർമിയും വിവിധ സംഘടനകളും ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദാണ് കേരളത്തിൽ ഹർത്താലായി ആചരിക്കുന്നത്. ജില്ലയിൽ ഹർത്താൽ ശക്തമാക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ പറഞ്ഞു. നാളെ സംസ്ഥാന വ്യാപകമായി സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ ഇടുക്കി ജില്ലയിലും കട്ടപ്പനയിലും പൂർണ്ണമായി ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ തീരുമാനം. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശപ്രകാരം ആ നിർദ്ദേശത്തിൽ സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട പ്രത്യേക ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യേണ്ട ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾ രണ്ടായി ഖനിക്കുന്ന രീതി, ഒരേ വിഭാഗത്തിലെ ആളുകളെ രണ്ട് തട്ടിലാക്കി മാറ്റുന്ന ആ നിർദ്ദേശം പിൻവലിക്കണമെന്നും അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ സംസ്ഥാന തലത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനരായിട്ടുള്ള ഈ പൊതുസമൂഹം ഞങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ച് ഞങ്ങളോട് സഹകരിക്കണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എല്ലാ ഹർത്താലുകളെയും പോലെ തന്നെ അത്യാവശ്യ സർവീസുകളെയും മരണം, കല്യാണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പാല്, പത്രം, ആശുപത്രി, ഇതിനെല്ലാം ഹർത്താലിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ സദരം ഈ ഹർത്താലിനോട് സഹകരിക്കണമെന്നാണ് സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഉപ്പുതറ സൂര്യകാന്തി കവലയിലെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ആവശ്യമായ ഉറപ്പും മറ്റ് സംവിധാനങ്ങളും ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഉപ്പുതറ സൂര്യകാന്തി കവലയിൽ അങ്കണവാടി കെട്ടിടത്തിനു വേണ്ടി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ അടിത്തറ വേണ്ടത്ര ഉറപ്പില്ലാതെ അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അങ്കണവാടിയുടെ നിർമ്മാണത്തെപ്പറ്റി വിശദമായ പരിശോധന അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ 11-ാം വാർഡിൽ ഉപ്പുതറ പഞ്ചായത്തിൽ 11-ാം വാർഡിൽ അംഗൻവാടി ഇല്ല.
അപ്പോൾ ഇപ്പം പുതുതായിട്ട് ഒരു 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ഇപ്പം അംഗൻവാടി കെട്ടിടത്തിൻ്റെ അടിത്തറ മാത്രം പണിതിരിക്കുന്നത് മട്ടിക്കല്ല് ഉപയോഗിച്ചിട്ടാണ്, പാറപ്പുറത്താണത് കെട്ടുന്നതും. പിന്നെ വന്നിട്ട് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കുഴി എടുത്തിരിക്കുന്നത് അത് ആവശ്യത്തിനുള്ള ഒരു ആഴത്തിലല്ല, അതിൻ്റെ എസ്റ്റിമേറ്റിൽ ആവശ്യത്തിനുള്ള ആഴത്തിലല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് എന്നാന്ന് വെച്ചാൽ തലമുറകളായിട്ട് ഇവിടെ അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയതുമാണ്. നമുക്ക് പിന്നെ ഈ നാടിന് അത് ആവശ്യമാണ് താനും. പക്ഷേ ഈ കെട്ടിടം പണിയുന്നതിൽ കുറേ അപാകതകൾ ഞങ്ങൾ നാട്ടുകാരായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുകയും ഇവിടുത്തെ ശൗചാലയത്തിനായി നിർമ്മിച്ചിട്ടുള്ള സെപ്റ്റിക് ടാങ്കിന്റെ നിർമ്മാണത്തിലും അപാകതയുണ്ട്. അടുക്കള ഭാഗത്ത് നിർമ്മിക്കുന്ന സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിൽ വ്യാപക അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 11 വർഷമായി കട്ടപ്പന ടൗണിൽ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നഗരസഭ നീക്കം നടത്തുന്നതായി രക്ഷിതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നഗരസഭയിൽ പ്രവർത്തിക്കുന്ന 145 നമ്പർ അങ്കണവാടിയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് നീക്കം നടത്തുന്നതെന്നാണ് ആരോപണം. 30ഓളം കുട്ടികൾ പഠിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിലേക്കുള്ള ജലവിതരണ പൈപ്പ് പൊട്ടിയതോടെ കണക്ഷൻ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. ഇതുമൂലം കുട്ടികളുടെ ശുചിമുറി ആവശ്യങ്ങൾക്ക് വെള്ളം ബക്കറ്റിൽ ചുമന്നുകൊണ്ടു പോകേണ്ട സ്ഥിതിയാണ്. ആദ്യകാലത്ത് 7 വർഷം വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചത്. അങ്കണവാടിക്ക് സ്ഥലവും കെട്ടിടവും ലഭ്യമല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സർക്കാർ കെട്ടിടങ്ങൾ ഈ ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 145 നമ്പർ അങ്കണവാടി കട്ടപ്പന പൊതുമരാമത്ത് വകുപ്പിന്റെ വെറുതെ കിടന്ന കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം നടത്തിയതെന്ന് അങ്കണവാടി ജീവനക്കാർ പറഞ്ഞു. അങ്കണവാടിയുടെ പ്രവർത്തനം വാടക കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടു. ജനങ്ങൾ ഒന്നടങ്കം എതിർത്തതിനെ തുടർന്ന് അവർ പിന്മാറി. ഇക്കാരണത്താൽ ഞങ്ങളാരും അറിയാതെ ഇപ്പോൾ അങ്കണവാടി വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ മുനിസിപ്പാലിറ്റി നീക്കങ്ങൾ നടത്തുന്നു. പ്രൈവറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഞങ്ങൾ സമരപരിപാടിയുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരായത്. കാരണം സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത അങ്കണവാടികൾ തൊട്ടടുത്ത അങ്കണവാടിയുമായി ലയിപ്പിക്കാനുള്ള സർക്കുലർ മുൻപേ വന്നിട്ടുള്ളതാണ്. തുച്ഛമായ വേതനത്തിൽ കടകളിലും മറ്റും ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികളാണ് അങ്കണവാടിയിൽ പഠിക്കുന്ന 20ഓളം കുട്ടികൾ. പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ ഇവർക്കാകില്ല. ജോലിക്ക് പോകുന്ന അമ്മമാർ സ്കൂൾ ഓട്ടോകളെ ആശ്രയിച്ചാണ് നമ്മുടെ അങ്കണവാടിയിൽ കുട്ടികളെ വിടുന്നത്. ഈ കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ സ്വന്തം കെട്ടിടം കണ്ടെത്തി തരുന്നതുവരെ PWD കെട്ടിടത്തിൽ തുടരാൻ അനുവദിക്കുകയും വാടക കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കുകയും നിർത്തലാക്കിയ വാട്ടർ കണക്ഷൻ നമുക്ക് പുനഃസ്ഥാപിച്ചു തരികയും സർക്കാർ ഓർഡർ മറച്ചുവെച്ച് തൊടുപുഴ DNSAയിൽ നിന്ന് ലഭിച്ച ഓർഡർ റദ്ദ് ചെയ്യുന്നതുവരെ ഞങ്ങൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സർക്കാരിന്റെ താൽക്കാലിക അനുമതിയോടെയാണ് അങ്കണവാടി പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. വൈദ്യുതിയും വെള്ളവും ഇല്ലാത്ത അങ്കണവാടികളുടെ പ്രവർത്തനം നിർത്തണമെന്ന സർക്കാർ ഉത്തരവുണ്ടായി. ഈ ഉത്തരവിനെ തുടർന്ന് ജലവിതരണ പൈപ്പ് കണക്ഷൻ പൊതുമരാമത്ത് വകുപ്പ് വിച്ഛേദിച്ചതോടെ അങ്കണവാടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ജലവിതരണ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും ഈ കാര്യം മറച്ചുവെച്ച് അങ്കണവാടി മാറ്റാനാണ് നഗരസഭയുടെ നീക്കം. നഗരത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ കുട്ടികളാണ് അങ്കണവാടിയിൽ പഠിക്കുന്നത്. അങ്കണവാടിയുടെ പ്രവർത്തനം നിർത്തുകയോ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്താൽ ഇത് പാവപ്പെട്ട തൊഴിലാളി കുടുംബങ്ങളെ വിഷമത്തിലാക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായി കഴിയാത്ത രക്ഷിതാക്കൾ അങ്കണവാടി മാറ്റാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ അങ്കണവാടി വർക്കർ MR ഷിജി, സമീപവാസി മോളി ബേബി എന്നിവർ പങ്കെടുത്തു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുണ്ടള എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പ്രദേശവാസികൾ കൃഷിയിറക്കിയിരുന്ന പച്ചക്കറികൾ തിന്നു നശിപ്പിച്ചു. ലയങ്ങൾക്കരികിലുള്ള വാഴകൃഷിയും കാട്ടാന നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട്. ആനയെ ഉൾവലത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ്. മഴക്കാലത്തും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല. മുൻ വർഷങ്ങളിൽ മഴ പെയ്ത വനത്തിൽ തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു.
പിന്നീട് വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. ഇടയ്ക്ക് മൂന്നാർ മേഖലയിൽ നിന്ന് പടയപ്പ മറയൂർ മേഖലയിലേക്കും എത്താറുണ്ട്. ലോകത്തിന് മുൻപിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിന് അഭിമാനമായി മാറിയ രാജാക്കാട് യൂണിവേഴ്സിറ്റി സ്വദേശിനി നിവേദ്യ എൽ നായർക്ക് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. ന്യൂസിലാൻഡിൽ നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത്. ടീമിനത്തിൽ വെള്ളിയും സ്വന്തമാക്കി. നായർ സർവീസ് സൊസൈറ്റി രാജാക്കാട് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. പ്രീജ ശ്രീധരനും KM ബീനാമോളയും പോലെയുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി. മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്തു വളർന്നു വരുന്ന താരങ്ങളും നിരവധിയാണ്. അതിൽ ഒരാളാണ് രാജാക്കാട് NRCT വടക്കേൽ രതീഷ് ദീപ ദമ്പതികളുടെ മകൾ നിവേദ്യ. ന്യൂസിലൻഡിൽ നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത്. ടീം ഇനത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി. ഇടുക്കിയുടെ മിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജാക്കാട് എന്ന കുടിയേറ്റ ഗ്രാമം. ഇതിന്റെ ഭാഗമായിട്ടാണ് ജന്മനാട്ടിൽ തിരികെ എത്തിയ നിവേദിക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണം ഒരുക്കിയത്. NSS രാജാക്കാട് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നിവേദിയെ സ്വീകരിച്ചു. കരയോഗം ഓഫീസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പൊന്നാട അണിയിച്ച മൊമന്റോയും ക്യാഷ് അവാർഡും നൽകിയും കായിക താരത്തെ അനുമോദിച്ചു. സ്വീകരണത്തിന് നിവേദ്യ എല്ലാവരോടും നന്ദി അറിയിച്ചു. അതിനൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് എല്ലാവരും നന്ദി പറയുന്നു. ഇനി എല്ലാവരും പ്രാർത്ഥന എപ്പോഴും വേണ്ടത്. കരയോഗം പ്രസിഡന്റ് P. മുരളീധരൻ നായർ, NSS ഹൈറേഞ്ച് യൂണിയൻ കോർഡിനേറ്റർ അനിൽകുമാർ മഠത്തിനകത്ത്, വൈസ് പ്രസിഡന്റ് K. സുനിൽ, ട്രഷറർ KP രാജഗോപാൽ, രഘുനാഥൻ നായർ, രാധാമണി പുഷ്പാകരൻ, ഓമന ബാബുലാൽ, ശിവപ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാലങ്ങൾക്ക് മുൻപേ അണഞ്ഞുപോയിട്ടും അണയാത്ത ദീപമായി ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ജനനേതാവാണ് രാജീവ് ഗാന്ധി എന്ന AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി. രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനത്തോടനുബന്ധിച്ച് സദ്ഭാവനാ ദിനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയതയോടും വിഘടനവാദത്തോടും സന്ധി ചെയ്യാത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. വർഗീയത പച്ചയ്ക്ക് നടമാടുന്ന ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയെപ്പോലുള്ള ഒരു ഭരണാധികാരിയുടെ അഭാവം ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ടെന്നും EM അഗസ്തി പറഞ്ഞു. ലോകത്തൊരു അഭിമാനിയായി നിൽക്കുന്ന ഇന്ത്യക്കാരനെ പറ്റി എനിക്ക് സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികതയുടെയും നേട്ടങ്ങൾ കൊണ്ട് പ്രയോജനപ്പെടുത്തി ലോകത്തിനു മുമ്പിൽ നിൽക്കുന്ന ഒരു ഒന്നാംകിട വികസിത രാജ്യമാക്കി മാറ്റാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും ഭരണഘടനാ തത്വങ്ങളെ കാത്തുസൂക്ഷിക്കുന്നത് ശ്രീ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ബദ്ധസത്തമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാനും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി കഴിഞ്ഞ് 21 മാസം കഴിഞ്ഞപ്പോൾ ശ്രീപെരുമ്പത്തൂരിൽ അദ്ദേഹം ഭീകരവാദികളുടെ ബോംബ് സ്ഫോടനത്തിൽ ഛിന്നഭിന്നമായി രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത്. അതോടുകൂടി ഇന്ത്യയുടെ വികസിത സ്വപ്നങ്ങളാണ് തകർന്നു പോയത് എന്നതാണ് യാഥാർത്ഥ്യം. രാജീവ് ഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ 80 വയസ്സ് മാത്രമായിരുന്നു. 80 വയസ്സുള്ള ഒരു പ്രധാനമന്ത്രിക്ക് 100 വർഷത്തേക്കാൾ മുമ്പിൽ ഭാവനാപൂർവമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമായിരുന്നു. രാജീവ് ഗാന്ധിയുടെ വിയോഗം ഏറ്റവും വലിയ ദുഃഖമാണ്. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ രക്തദാനം നടത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സദ്ഭാവനാ ദിനം സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, നേതാക്കളായ ഷാജി വെള്ളമാക്കൽ, ജോസ് മുത്തനാട്ട്, AM സന്തോഷ്, ജോസ് ആനക്കല്ലിൽ, KS സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രവർത്തകർ രക്തദാനവും നടത്തി. ഉപ്പുതറ ആറ്റുചാലിൽ പ്രവർത്തിക്കുന്ന സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാതിൽ ചിലർ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് താഴിട്ട് പൂട്ടിയതായി പരാതി. ഇതോടെ ക്ലബ് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ക്ലബ് ഭാരവാഹികൾ.
ക്ലബിനുള്ളിൽ ചീട്ടുകളിയും മദ്യപ സംഘങ്ങളും തമ്പടിക്കാൻ തുടങ്ങിയതോടെ ക്ലബ് പ്രസിഡന്റും ചില ഭാരവാഹികളും തമ്മിൽ ദിവസങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതോടെയാണ് ക്ലബ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാവിലെ സ്ഥലത്തെത്തിയപ്പോൾ മറ്റൊരു താഴിട്ട് പൂട്ടിയതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച ക്ലബ് അനധികൃതമായി പൂട്ടിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട ഭാരവാഹികൾ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി. ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഈ ക്ലബിൻ്റെ ആരോപണമായിട്ട് കുറേ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ആളുകൾ നേരത്തെ ഇവിടെ ചീട്ട് കളിക്കുന്നതായിരുന്നു. ആ ചീട്ടുകളിയായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളായ ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ എല്ലാം കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഇത് കൊടുക്കാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ബുദ്ധിമുട്ടായി പോകുന്നതിൻ്റെ പേരിൽ ഒത്തിരി അസൗകര്യങ്ങൾ ഉള്ളതിൻ്റെ പേരിലും തൊട്ട് അയൽവാസികളെ ആളുകൾക്കും ഉള്ളവർക്ക് അസൗകര്യക്കുറവുള്ളതിൻ്റെ പേരിലും ഇത് മറ്റു കാര്യങ്ങൾക്കായിട്ട് മാത്രം ഞങ്ങൾ പൊതുവായിട്ടുള്ള മറ്റു കാര്യം ചീട്ടുകൾ ചോദിച്ച് മറ്റു കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറയുകയും അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില കക്ഷികളുമായിട്ട് സെക്രട്ടറിയായിട്ട് ഇങ്ങനെ ആരോപണം ഉണ്ടായി. ഒരു കമ്മിറ്റി മെമ്പർ അതിനോട് പറയുകയും നമ്മുടെ ഈ ക്ലബിൻ്റെ താഴെ അതിന് മുകളിൽ വേറെ താഴെട്ട് കൂട്ടിയിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യും. നമ്മുടെ ഈ ക്ലബ്ബ് തുറന്നു കേട്ടോ, ഈ കൂട്ടിയിരിക്കുന്ന താക്കോൽ നമുക്ക് തുറന്നു കേട്ടോ. പ്രവർത്തനത്തിന് ഒരു വിഘ്നം വരാതെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കി തരണം. എന്നാൽ ക്ലബ്ബ് അനധികൃതമായി പൂട്ടിയിട്ടില്ലെന്നും തങ്ങൾക്ക് ആവശ്യമായ സമയത്ത് തുറന്നു നൽകുവാൻ ക്ലബ് പ്രസിഡന്റും മറ്റു ഭാരവാഹികളും തയ്യാറാകാത്തതിനെ തുടർന്നാണ് മറ്റൊരു താഴിട്ട് ക്ലബ്ബ് പൂട്ടേണ്ടി വന്നതെന്നും ക്ലബ്ബ് അംഗങ്ങൾ പറഞ്ഞു. പൊതുയോഗം വിളിക്കുക, കമ്മിറ്റി കൂടാതെ പുറത്താക്കുന്ന 10 വർഷത്തിന് മേളിലായി ഇവിടെ പൊതുയോഗം വിളിക്കുന്ന കമ്മിറ്റി വിട്ടും ക്ലബിന് യാതൊരു പ്രവർത്തനങ്ങളും ഇല്ല. അവർക്ക് സംഘം കൂടാനായിട്ടും പാർട്ടി കമ്മിറ്റി കൂടാനായിട്ടും വെള്ള കമ്മിറ്റി കൂടാനായിട്ടും ക്ലബ്ബ് ഞങ്ങളെ സംഘം കൂടാനായിട്ട് ക്ലബ്ബ് ചോദിച്ചപ്പോഴും കാര്യത്തില്ല. ഞങ്ങളെ സംഘം കൂടാനായിട്ട് ചോദിച്ചപ്പോഴത്തേക്കും താക്കോല് നിങ്ങൾക്ക് വരികയെന്ന് പറയുന്നത്. അതിന് ഇവർ ക്ലബ്ബ് തുറന്നു കഴിഞ്ഞാൽ കാരണം കസേരയൊക്കെ പെറുക്കി വിറ്റതും പിന്നെ ക്ലബിൻ്റെ സ്ഥലം വിറ്റതൊക്കെ ഞങ്ങൾ ചോദിക്കുകയല്ലേ. ക്ലബിൻ്റെ സ്ഥലം വിറ്റ് കാശ് മേടിച്ചൊക്കെ ചോദിക്കില്ല. ക്ലബിൻ്റെ സ്ഥലം ഇവർ 6 പേരെ വിറ്റേക്കുന്നത് 6 പേരെ ചോദിച്ചത് ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കുക. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്. ഞങ്ങളും കൂടി ഉണ്ടാക്കിയ ക്ലബ്ബായത്. ഞാൻ കമ്മിറ്റിക്കാരനല്ലാണ്ട് അതിൻ്റെ പേരിടപ്പുണ്ട് ആ പലകത്തിൽ. ഞാൻ കമ്മിറ്റിക്കാരനല്ലെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങളെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരല്ല, അവർ 4 പേർക്കും വേണം. എല്ലാവർക്കും ഒരു താക്കോലി കടവിട്ട് ഇവിടെ കടയുണ്ട്, കടവിട്ട് താക്കോലിട്ട് ആൾക്കാർക്ക് തുറക്കാം, കൂട്ടിയിട്ടും പോവാം. അല്ലെങ്കിൽ ഒരു താക്കോൽ അവർ ഒരു താക്കോൽ അടുത്താൾ കൊടുക്കുക. അവർ സ്വന്തമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനമായത്. നാടിന്റെ പൊതുസ്വത്തായ സ്പോർട്സ് ക്ലബ് മദ്യപാനത്തിനും മറ്റ് ചീട്ടുകളിക്കുമായി വിട്ടു നൽകിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉപ്പുതറയിൽ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകർക്കുള്ള യന്ത്രസാമഗ്രികളുടെ വിതരണം നടന്നു. ഡീൻ കുര്യാക്കോസ് എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകർക്കായുള്ള യന്ത്രങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത്. കാക്കത്തോട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അംഗങ്ങൾക്കാണ് പദ്ധതി വഴി യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. മികച്ച കർഷകനായ ജോസഫ് ഓലിക്കലിന് ഡീൻ കുര്യാക്കോസ് എം പി യന്ത്രങ്ങൾ കൈമാറി. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് ഏതൊരു പദ്ധതിയുടെയും വിജയം. സമയബന്ധിതമായി കൃഷി ഓഫീസറും അവരുടെ ഓഫീസും പ്രവർത്തിച്ചപ്പോഴാണ് നമുക്ക് ഈ ഗുണം കിട്ടിയത്. അവർക്കും ഞാൻ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. അത് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ദീർഘമായി ഞാൻ കിടക്കുന്നില്ല. നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെ ഉൾപ്പെടെ 50% വ്യക്തികൾക്കും 80% ഗ്രൂപ്പുകൾക്കും സബ്സിഡി നിരക്കിൽ 2 ലക്ഷം രൂപ അടച്ച് 10 ലക്ഷം രൂപ വരെ വില വരുന്ന യന്ത്രങ്ങൾ വിതരണം ചെയ്തു. മെതിയന്ത്രം, വിവിധതരം പമ്പ് സെറ്റുകൾ, പുല്ലിവെട്ടി തുടങ്ങിയ യന്ത്രങ്ങളാണ് നൽകിയത്. അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ഉപ്പുതറ കൃഷി ഓഫീസർ ധന്യ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CPM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA MM മണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികളെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടിയാണ് ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഉടുമ്പൻചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. മതേതര ജനാധിപത്യ ശക്തിയിലേക്ക് കൂട്ടിയുണ്ടാക്കണമെന്നും പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനം നടത്തി. നമുക്കിവിടെ ജോയിസ് ജോർജ് ആയിരുന്നു സ്ഥാനാർത്ഥി. കേരളത്തിലെ 200 മണ്ഡലങ്ങളിലും നമ്മൾ ആ നിലയിൽ പ്രവർത്തനം സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ തോതിലും നമ്മൾ മത്സരിച്ചിടത്തെല്ലാം നമ്മൾ പ്രവർത്തനം സംഘടിപ്പിച്ചു. എന്നാൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന വീഴ്ച, എന്നാൽ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ തിരിച്ചടി അതാണെന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്. പരിപാടിയിൽ ഷീലാരാജൻ അധ്യക്ഷയായിരുന്നു. G ഷാജി, കലേഷ് കുമാർ, MA സുനിൽ, N രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത് റെയിൻ 40 ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം അവസാനിച്ചു. മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം തവണയും ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനത്തിൽ മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി ട്രോഫികൾ വിതരണം ചെയ്തു. ഫൈനലിൽ സെൽട്ട FC പള്ളുരുത്തിയെ 3-5 പരാജയപ്പെടുത്തിയാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ടീം മൂന്നാറിൽ നടന്ന രണ്ടാമത് റെയിൻ 40 ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ ചാമ്പ്യന്മാരായത്. എ രാജ MLA കിക്ക് ഓഫ് ചെയ്തായിരുന്നു മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രവർത്തിക്കുന്ന ഗ്രീൻസ് മൂന്നാർ ഇതിന്റെ സ്പോൺസേഴ്സ് എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മജീദക്ക് ഒരു തടസ്സമേ അല്ല എന്നറിയിച്ചുകൊണ്ട് MLA ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. KDSP കമ്പനി ഗൂഡാർവിള ടീം 3ാം സ്ഥാനം കരസ്ഥമാക്കി. 32 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. KDSP കമ്പനി സ്പോൺസർ ചെയ്ത 25,000 രൂപയുടെ ക്യാഷ് പ്രൈസും ഗ്രീൻസ് മൂന്നാറിന്റെ ട്രോഫിയുമാണ് 1ാം സ്ഥാനക്കാർക്ക് ലഭിച്ചത്. 2ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും ട്രോഫിയും 3ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയും ട്രോഫിയും ലഭിച്ചു. സമാപന സമ്മേളനത്തിൽ മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി ട്രോഫികൾ വിതരണം ചെയ്തു. KDSP കമ്പനി പ്രതിനിധി C അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം M ഭവ്യ, ഗ്രീൻസ് മൂന്നാർ പ്രസിഡന്റ് ബിജു മാത്യു, സെക്രട്ടറി സാജു ആലക്കാപ്പള്ളി, ഷിബു ശങ്കരത്തിൽ, ലിജി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ റെയിൻ 40 എന്ന പേരിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. റോട്ടറി ക്ലബ് വലിയതോവാളയുടെ ആഭിമുഖ്യത്തിൽ വലിയതോവാള ചക്കക്കാനം റോഡിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. റോഡിന്റെ വീതിക്കുറവും വളവുകളും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഒച്ചുകളുടെ ആക്രമണം. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു കർഷക. ജൈവ രീതിയിൽ ഒച്ചുകളെ തുരത്താനുള്ള പൊടി രൂപത്തിലുള്ള മരുന്നാണ് നെടുങ്കണ്ടം വലിയതോവാള സ്വദേശിയായ മഞ്ജു വികസിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ്. പച്ചക്കറി, പഴവർഗ കൃഷികളിൽ ഒച്ചുകൾ വൻ വെല്ലുവിളി ഉയർത്തിയതോടെയാണ് ഇവയെ തുരത്താൻ പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത്. ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റ് ജൈവ മിശ്രിതങ്ങളും ചേർത്തൊരുക്കിയ മരുന്ന് വിജയകരമായി പരീക്ഷിക്കാൻ ഇവർക്കായി. 1 വർഷത്തെ പരിശ്രമ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ആശയത്തിനുള്ള അംഗീകാരമായി കാർഷിക സർവകലാശാലയും രംഗത്തെത്തി. അപ്പോൾ ഏകദേശം ഞാൻ ഒത്തിരി ദിവസങ്ങളിൽ അതിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഏകദേശം 1 വർഷത്തോളം ഞാൻ എടുത്തു ഇതൊരു മരുന്നുണ്ടാക്കാനായിട്ട്. അപ്പം ഞാനത് പലവട്ടം നിരീക്ഷിച്ചു. ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത്, ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ചെടികളെ ഇത് ചുവട്ടിലാണ് ഈ ഒച്ച് കാണാത്തത്. അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു 4-5 ഇലകൾ അതിനകത്തുനിന്ന് തണലത്തുണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടത്തോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കെമിക്കലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചെടികൾ നശിച്ചു പോകും. ഇത് ചെടികൾക്ക് ദോഷമില്ലാതിരിക്കുകയും ചെയ്യണം, നമുക്കും ദോഷമില്ലാതിരിക്കണം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ഒരു ഇത് നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഞാനത് 1 വർഷത്തോളം ഇതിന്റെ പഠനം നടത്തിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ. ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരൊരു റാബി കൊഹോർട്ട് 4 ഞാൻ പിന്നെ ഇതിനെന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തിരഞ്ഞെടുത്ത ഐഡിയ സ്റ്റേജിൽ എനിക്ക് 5 ലക്ഷം രൂപ ഗ്രാൻഡ് ആയിട്ട് ലഭിച്ചു. അവരിത് കണ്ടു നോക്കി അതിന്റെ ഗ്രാൻഡ് ആയിട്ട് എനിക്ക് ലഭിക്കാനും ഇടയായി തീർന്നു. ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും. അധികം ഒച്ചുകൾ ഉണ്ടെങ്കിൽ ആകർഷിച്ച് ഇവയെ തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് ഈ കർഷക പറയുന്നു. നമ്മുടെ വീടുകളിൽ കാബേജ്, കോളിഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ പപ്പായ, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ തോടോടുകൂടി ഒച്ചുകൾ ഇരിപ്പുണ്ടാവും. കാബേജിന്റെ ഒക്കെ മുകളിൽ കൂടി ഇങ്ങനെ ഒച്ചുകൾ കാണും. അത് നമുക്ക് ഉപ്പിട്ട് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇതുണ്ടോ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇത് കാബേജിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതുണ്ടോ
ഇങ്ങനെയുള്ള പൊടി വെച്ചു. ഇതിന്റെ ഇലകളെ ഇങ്ങനെ തിന്ന് നശിപ്പിക്കുകയാണ് ഈ ഒച്ച്. ഇതിന് ഞാനൊരു പച്ചമരുന്നുകൾ കൊണ്ട് മുട്ടത്തോടും കൂടെ ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത്. ഇത് നമ്മൾ ഇതിന്റെ ദേഹത്ത് ഇങ്ങനെ ഈ ചെടികളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ചത്തുപോകും. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങി ചത്തുപോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, ഒരു ദോഷവും ഇല്ല. പിന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോണും കാൽസ്യവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. വളമായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കും. കൂടുതൽ ഒച്ചുകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മഞ്ജു മരുന്നൊരുക്കിയിട്ടുണ്ട്. വ്യാപകമായി വളമൊരുക്കി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ കേരള കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാലയിലെ വിവരം. ആകെ ലോട്ട് 181. വിൽപ്പനയ്ക്ക് വന്നത് 49,617. വിൽപ്പന നടന്നത് 46,101. കൂടിയ വില 2,551. ശരാശരി വില 2,059. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ. ഏലം കൂടിയ വില 2000. ഏലം ശരാശരി വില 1700. കാപ്പിപ്പരിപ്പ് 360. ഗ്രാമ്പു 975. കൊക്കോ 80. റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,660 രൂപ. വെള്ളി 92. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഘോഷയാത്രയും പൊതുസമ്മേളനങ്ങളും നടന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു ഗുരുദേവ ജയന്തി. കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിന്റെ വിവിധ ഉത്തരവുകളും വകുപ്പുതല തീരുമാനങ്ങളും ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതായി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഇടുക്കിയിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർത്ത മുഖ്യമന്ത്രിക്കും MM മണി MLAയ്ക്കും മാപ്പ് നൽകാനാവില്ലെന്നും ജോയി വെട്ടിക്കുഴി. തന്നെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ പീരുമേട് MLA വാഴൂർ സോമന് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് MP. സംഭവം തികച്ചും രാഷ്ട്രീയ പ്രേരിതം. അനാവശ്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കി സ്വയം ചെറുതാകുന്ന സമീപനമാണ് MLA സ്വീകരിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ്. ഉപ്പുതറ സൂര്യകാന്തി കവലയിലെ അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്ത്. നാട്ടുകാരുടെ ആരോപണം കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് ആവശ്യമായ ഉറപ്പോ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.